അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വആലിമുൻ അലാ സബീലിൽ ഹുദാ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ദുരന്തമുണ്ടാകാറുള്ള കാരണമെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങൾ ആരാണ്? ആലിമീങ്ങളാണ് ആരാണ്? ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങൾ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആലിമീങ്ങൾ. ആലിമീങ്ങളുടെ മഹത്വം അറിയുന്നത് കൊണ്ടാണ് പണ്ടുള്ളവർ തന്റെ മക്കളിൽ ഒരാളെയെങ്കിലും ആലിമാക്കാൻ അവിടെ നിന്ന് തയ്യാറായത്, തന്റെ മക്കളെ ഉസ്താദന്മാരാക്കാൻ തയ്യാറായത്, തന്റെ കുടുംബത്തിലെങ്കിലും ഒരു ആലിമ വേണമെന്ന് ആഗ്രഹിക്കാറുള്ള കാരണം അതാണ്. എന്തിനാ എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾ പോലും അല്ലാഹുവേ ഒരു ആലിമീ ഖബർസ്ഥാനിലൂടെ ഒന്ന് നടന്നു പോയിരുന്നെങ്കിൽ ആഗ്രഹിക്കുമായിരുന്നു. കാരണം ഒരു ആലിമ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോയാ കബറാളികളുടെ ശിക്ഷ പോലും നിർത്തിവെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ അവസാനം അടുത്തതിന്റെ അടയാളമാ. ലോകം അവസാനത്തിന്റെ അടയാളമാണ് ആലിമീങ്ങളുടെ മരണമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് കാതിബുൽ വഹി സയ്യിദ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബിയുടെ ജനാസ കൊണ്ടുപോയി കബറടക്കിയിട്ട് എല്ലാവരും മടങ്ങുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സ്വഹാബിയുടെ ഖബർ കാണിച്ചിട്ട് പറഞ്ഞു, ഒരു ഇൽമിന്റെ ബഹറാണ് കിടക്കുന്നത്, ഇൽമെങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് മഹാനവറുകൾ അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആലിമീങ്ങളുടെ ദുആയിക്ക് ഇജാബത്തുണ്ട്. ആലിമീങ്ങളുടെ വാക്കുണ്ടല്ലോ, അവരുടെ ഒരു വാക്കിന് പോലും പോലാത്ത മഹത്വമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചരിത്രം കാണോ, മഹാനവിടെ നിന്നൊരു ചരിത്രം പറഞ്ഞു തരികയാണ്. സൈനുൽ സഅലാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുകയാ. ഒരു നാട്ടിൽ മഴയില്ലാതെ ജനങ്ങൾ മുഴുവനും മഴ കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് മഴ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയാണ്. എല്ലാ നാട്ടുകാരും മുഴുവനും ഒരുമിച്ച് കൂടിയിട്ട് അവിടെ നിന്ന് മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ചെയ്യുന്നു. പക്ഷേ മഴ പെയ്യുന്നില്ല. ജനങ്ങളെല്ലാവരും വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ നടന്നു വരികയാണ്. ജനങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, എന്തേ നിങ്ങളൊക്കെ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുന്നത്? അവിടെ നിന്ന് ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് മഴയില്ല, ഞങ്ങളെല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്തു, എന്നിട്ടും മഴ പെയ്യാത്തതിന്റെ പ്രയാസത്തിലാണെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ടു അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബിഹഖി മാ ഫീ റഅസി. രണ്ട് കൈയും ഉയർത്തിയിട്ട് ഈ സാധുവായ മനുഷ്യൻ ദുആ ചെയ്യുന്നു, അല്ലാഹ് എന്റെ കണ്ണുകളുടെ ബർക്കത്ത് കൊണ്ട് ഇവർക്ക് മഴ കൊടുക്കണേ അല്ലാഹ്, എന്റെ കണ്ണിന്റെ ബർക്കത്ത് കൊണ്ട് നീ മഴ കൊടുക്കണേ തമ്പുരാന്. ഈ പാവപ്പെട്ട മനുഷ്യൻ അവിടെ നിന്ന് ദുആ ചെയ്ത് കഴിയുമ്പോ ആകാശത്തിന്റെ വിരിമാറിൽ നിന്ന് ഭൂമിയുടെ മടിത്തട്ടിലേക്ക് മഴത്തുള്ളികൾ ഇങ്ങനെ പെയ്തിറങ്ങുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ജനങ്ങൾ ആ മനുഷ്യനോട് അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്തെന്താ? നിങ്ങളുടെ കണ്ണിന്റെ ബർക്കത്തെന്താ? ആ സാധുവായ മനുഷ്യൻ പറയുകയാണ്, അദാനി ഐനാനി റഅയ്തു യസീദൽ ബിസ്താമി. എന്റെ കണ്ണിന്റെ ബർക്കത്ത് എന്തെന്നറിയുമോ? യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന താബഈങ്ങളിൽപ്പെട്ട അല്ലാഹുവേ, ഒരു മഹാനിനെ കണ്ട കണ്ണാട്, ഒരു പണ്ഡിതനെ കണ്ട കണ്ണാട്, ഒരു ആലിമിനെ കണ്ട കണ്ണാട്. ആ മനുഷ്യൻ ഇൽമു പറയുന്ന സദസ്സിലിരുന്ന മനുഷ്യനാട്. എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ എന്റെ ഈ ആ മഹാനെ കണ്ട, ആ പണ്ഡിതനെ കണ്ട കണ്ണ് വെച്ചിട്ട് ഞാൻ അല്ലാഹുവോട് ചോദിക്കുമ്പോ ഞാൻ ചോദിക്കുന്നതിനേക്ക് അല്ലാഹു തരുമെന്ന്
തരുമെന്ന് ആ മനുഷ്യൻ പറഞ്ഞതായി മഹാന്മാര് പറയുമ്പോ അതാണ് പണ്ഡിതന്മാര്, അതാണ് മഹാന്മാര്. എന്റെ പ്രിയമുള്ളവരെ, അവരുടെ വാക്കിന് വല്ലാത്ത അസറുണ്ടായിരുന്നു, അവരുടെ ദുആയിക്ക് വല്ലാത്ത ഇജാബത്തുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മഹാന്മാരെ നമ്മൾ കണ്ടവരാണ്. എന്തിന് നിങ്ങളോട് പറയണം, നിങ്ങൾ ഒരുപാട് പണ്ഡിതന്മാരെ കണ്ടവരാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾ ഒരു അല്ലാഹുവേ അവരിറക്കിയ ഒരു സ്മരണിക കൊണ്ടുവന്നു. മുതഅല്ലിമീങ്ങൾ ഞാൻ വരുമ്പോ അവരിറക്കിയ ഒരു പുസ്തകം, ഒരു ചെറിയ ഒരു നല്ല ഉപകാരപ്രദമായ ഒരു പുസ്തകം കൊണ്ടുവന്നു. ഞാനത് ഇങ്ങനെ എടുത്തു നോക്കുമ്പോ അതിനകത്തൊരു ഗുരുനാഥനെ കണ്ടു. അല്ലാഹുവേ, എന്റെ പ്രിയ സുഹൃത്ത് സാലിഹ് ഹുദവിയുടെ പിതാവ്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആ ഗുരുനാഥനെ മറക്കാൻ കഴിയുമോ? അല്ലാഹു അവിടുത്തെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടെ ഉസ്താദിനോട് സംസാരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദ് ഒരു ദിവസം ലീവില്ലാത്ത ദിവസം, വീട്ടിൽ പോകുന്ന ദിവസമാണ്, സാധാരണ ഇവിടെ ഉണ്ടാകാറില്ല. ഒരു ദിവസം ഉസ്താദ് ഇവിടെ കിടന്നു വന്നു. അന്ന് നല്ലതുപോലെ ഒരുങ്ങി ജുബ്ബയും ധരിച്ചാണ് കിടന്നു വന്നത്. ഒരുപാട് ഖബറുകൾ സിയാറത്ത് ചെയ്തിട്ടാണ് കിടന്നു വന്നത്. ഉസ്താദ് നല്ലതുപോലെ ജുബ്ബയും ധരിച്ചിരിക്കുന്നത് കണ്ടപ്പോ ആരോ ചോദിച്ചു, എന്തേ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്? ഞാൻ പുതിയ പളയാട്, എന്റെ പ്രിയമുള്ളവരെ, അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? ഇവിടുത്തെ പള്ളിയിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഖിബ്ലയുടെ ഭാഗത്തേക്ക് സുബഹി നമസ്കരിക്കാൻ പോയ ഏതോ ഒരു മനുഷ്യൻ കാണുന്ന രീതിയിൽ, നിങ്ങളെയൊക്കെ കൊതിപ്പിക്കുന്ന ഈ രീതിയിൽ, നിങ്ങളെ കൊതിപ്പിക്കുന്ന രീതിയിൽ യാത്ര പറഞ്ഞു പോയ ഗുരുനാഥനെ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? ആലിമീങ്ങളെന്ന് പറഞ്ഞാൽ അവരാണ്, ആലിമീങ്ങളെന്ന് പറഞ്ഞാൽ അവരാണ്. അവരുടെയൊക്കെ മരണം ഈ ദുനിയാവിന്റെ അവസാനത്തിന്റെ അടയാളമാ. എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് അങ്ങനെയുള്ള ആലിമീങ്ങളെ എണ്ണിയെടുക്കാൻ വളരെ കുറവാണ് സഹോദരാ. പല നാടുകളിലും ഇന്ന് അങ്ങനെയുള്ള ആലിമീങ്ങളെ കാണുന്നില്ല. അതാണ് ലോകാവസാനം. ഈ ലോകത്ത് പടച്ചവന്റെ ദുരിതങ്ങള്, ദുരന്തങ്ങള് ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട്, ഉസ്താദന്മാരെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ഇന്നത്തെ ചില ഉസ്താദന്മാരുടെ സ്വഭാവം കണ്ടാൽ, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ, അവർക്ക് ഹക്ക് പറയുന്നത് പേടിയാണ്. അവർക്ക് ഹക്ക് പറയാൻ പേടിയാ. പള്ളിയുടെ കമ്മിറ്റിക്കാരൻ, പ്രസിഡന്റ് ആകട്ടെ, അവന് പലിശ കച്ചവടം നടത്തുന്നവനാകട്ടെ, അവൻ അല്ലാഹുവിന്റെ പള്ളി പരിപാലിക്കാൻ അർഹതയില്ലവനാണെന്നറിയാ, അവൻ അർഹതയില്ലാത്തവനാണെന്നറിയാ. എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പഠിച്ച ഇൽമും മറന്നു പോകുന്നവരാ, ഉള്ളത് തുറന്നു പറയാ പേടിക്കുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഉസ്താദന്മാരെ, നിങ്ങൾ ആരെന്നറിയുമോ? നിങ്ങൾ ആരെന്നറിയുമോ? അല്ലാഹു ആദരിച്ചവരാണ്, അല്ലാഹു ബഹുമാനിച്ചവരാണ്. അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ. നിങ്ങൾ അംബിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് പ്രസിഡന്റ് അല്ല, പള്ളി സെക്രട്ടറി അല്ല, നാട്ടുകാരല്ല, അല്ലാഹുവിന്റെ ഇൽമു പഠിച്ച ആലിമീങ്ങൾ. നിങ്ങൾക്ക് മരിക്കുന്ന കാലം വരെ ഹലാലായ ഭക്ഷണം തരാമെന്ന് ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹു റബ്ബുൽ ഇസ്സത്താ പറഞ്ഞത് ഇൽമു പഠിക്കുന്ന ആലിമേ, മരിക്കുന്ന കാലം വരെ നിങ്ങൾക്ക് ഭക്ഷണം തരാമെന്ന് പടച്ചവനാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? ഉള്ളത് പറയാ. നിങ്ങൾ എന്തേ ഭയപ്പെടുന്നത്? ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളെന്ന് കുറവാ. ഇല്ല എന്ന് ഞാൻ പറയൂല, ഇല്ല എന്ന് ഞാൻ പറയൂല. ഒരുപാട് ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാടുകളൊക്കെ കത്താതിരിക്കുന്നത്, ആകാശത്ത് നിന്ന് തീമഴ പെയ്യാതിരിക്കുന്നത്. ചില നല്ല ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആലിമീങ്ങളില്ലാതെ വരുമ്പോ ആ നാടുകളിൽ അല്ലാഹുവിന്റെ ദുരന്തമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ചില ആലിമീങ്ങൾക്ക് ഉള്ളത് പറയാൻ പേടിയ കാരണം പിരിച്ചുവിട്ടാലോ. ഇതന്നെ പള്ളി സെക്രട്ടറി മുതുകുടിയനാണെങ്കിലും ഒന്നും പറയൂല, കാരണം എന്റെ ജോലി പോകും. ഞാൻ പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഒരു ആലിമ. അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനും ആലിമ തന്നെയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട് ഉദ്ഘാടനം ചെയ്യാനും കുറ്റിയടിക്കാനും കല്ലിടാനും പള്ളി ഉദ്ഘാടനം ചെയ്യാനും ആലിമ് വേണം. അതൊക്കെ നല്ലതാ. ഏത് നല്ല കാര്യത്തിനും ആലിമീങ്ങൾ തന്നെ ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നേ. നാളെ നരകം കത്തിക്കാൻ അള്ളാഹു ആദ്യം എടുത്തു വെക്കുന്ന 4 കാര്യങ്ങളുണ്ട്. 4 പേരുടെ ശരീരം എടുത്തു വെച്ചിട്ടാണ് അള്ളാഹു നരകം കത്തിക്കുന്നത്. ആ 4 പേരിൽ ഒരാള് അത് ആലിമ, ഒരു ഉസ്താദിന്റെ ശരീരമാണ്. അള്ളാഹു ഞങ്ങളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മക്കളെ, ഉസ്താദന്മാരുടെ മുത്താലിമീങ്ങളുടെ മക്കളെ പഠിച്ചു വളർന്നിറങ്ങുമ്പോ ഒരാളെയും ഭയപ്പെടേണ്ട, പറയേണ്ടത് പറയണം. കാരണം അള്ളാഹു നിങ്ങൾ ആദരിച്ചവരാ. ആദരിച്ചത് കൊണ്ടാണല്ലോ അള്ളാഹ് ഇൽമ തന്നെ. എന്റെ നിന്റെ സഹോദരനെ കൊടുക്കാഞ്ഞത്? നിന്റെ കുടുംബത്തിൽ എത്രയോ മക്കളുണ്ട്, നിന്നെ മാത്രം അള്ളാഹു തിരഞ്ഞെടുത്ത് എന്തുകൊണ്ട്? അത് അള്ളാഹുവിന് നിന്നെ ഇഷ്ടമായതുകൊണ്ട്. അതുകൊണ്ട് നീ പഠിച്ച ഇൽമ മറന്നു പോകരുത്. ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മറന്നു പോകും. അതൊക്കെ നമ്മുടെ സമസ്തയുടെ തങ്ങൾ ജിഫ്രി തങ്ങളൊക്കെ ഉള്ളതങ്ങിട്ട് ഉറപ്പിച്ചെങ്കിൽ ഒരു ഭയമില്ല. പറയാനുള്ളത് അള്ളാഹു ആഫിയത്ത് ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നാളത്തെ ഇവിടുത്തെ സദസ്സിന്റെ ദുആ സയ്യിദവറുകളാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ളത് അവന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ഒരു ആർജവം, അതൊന്നും നോക്കാറില്ല. പറയേണ്ടത് പറയും, യാതൊരു ഇതുമില്ല. പറയേണ്ടത് പറയാനുള്ള ഒരു ആത്മീയത, അതൊക്കെ അങ്ങനെയുള്ള ആലിമീങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ നാടൊക്കെ നിലനിൽക്കണം. ഇല്ലെങ്കിൽ എന്നേ പോയേനെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3ാമത്തെ വിഭാഗം, ഈ ലോകത്ത് ദുരന്തമുണ്ടാകാനുള്ള 3ാമത്തെ കാര്യം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വമശായിഖു യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന പ്രായം ചെന്ന ഒരു വിഭാഗം എന്ന ഭൂമിയിലില്ല. സത്യം തന്നെയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പണ്ടൊരു കാലഘട്ടം വരുമ്പോ നാട്ടിലെ പ്രായമുള്ളവർ ഒരു തെറ്റ് കണ്ട അത് തെറ്റാണെന്ന് പറയുന്നൊരു വിഭാഗമുണ്ടായിരുന്നു. അവർ നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന ഒരു പ്രായം ചെന്ന ഒരു വിഭാഗം ഏത് നാട്ടിൽ ഇല്ലാതെ വരുന്നു, ആ നാട്ടിലാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താവ, അവനായി അവന്റെ പാടായി. എല്ലാ വാപ്പമാരും ഒടിഞ്ഞു. പിന്നെ ഉള്ള വാപ്പമാർക്ക് ഇത് പറയാനുള്ള യോഗ്യതയുമില്ല. അതെന്നെ സത്യം. എന്റെ പ്രിയമുള്ളവരെ, പ്രായമുള്ളവർ പണ്ടൊരു തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. കാരണം എന്തേ? വാപ്പ കാണുന്നതിലല്ല, നാട്ടിലെ പ്രായമുള്ളവർ കാണുമ്പോൾ അവർ എന്തെങ്കിലും പറയുമെന്നോ ചെറുപ്പക്കാർ ഭയപ്പെട്ടിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്തിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉപ്പാപ്പ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ എഴുന്നേറ്റ് ഓടും. വാപ്പ വരും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, ഉപ്പാപ്പ വരും എന്ന് പറഞ്ഞാൽ ഓടും. കാരണം എന്തേ? വീട്ടിലെ കാരണവൻ. അത് അള്ളാഹു വലിയൊരു മഹത്വമുള്ള സ്ഥാനമാണ്. പക്ഷെ ഇന്ന് വീട്ടിലെ കാരണവര് കയറി വന്ന കാലിന്റെ മുകളിൽ കാലും കയറ്റി അവിടെ തന്നെ മക്കളിരിക്കുന്ന രംഗം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പോയി? സഹോദര, എന്റെ ഉപ്പമാരോട് പറയുന്നു, അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരം നിങ്ങളത് പാഴാക്കി കളയാം. നിങ്ങളുടെ കടമയാണ്, നിങ്ങളുടെ ബാധ്യതയാണ്. പള്ളിയിലെ ഖത്തീബിന്റെ ജോലിയല്ല എല്ലാ തെറ്റും തിരുത്തി കൊടുക്കലും. നിങ്ങൾക്കും ചില ജോലികളൊക്കെ ഉണ്ട്. നാട്ടിൽ അനാചാരങ്ങൾ നടക്കുമ്പോൾ, ആർഭാട വിവാഹങ്ങൾ നടക്കുമ്പോൾ റോഡിലൂടെ ഇങ്ങനെ ഘോഷയാത്ര നടക്കുക കല്യാണ പയ്യനും കൊണ്ട്. ഈ നാട്ടിലെ ഏത് വാപ്പയാ പറയണത് തെറ്റാണെന്ന് ധൈര്യമുണ്ടോ? ഈ നാട്ടിലെ ഏതെങ്കിലും വാപ്പമാർ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് പോലും അള്ളാഹുവേ അവിടെ പോലും എഴുന്നേറ്റ് നിന്ന് പറയാൻ എന്റെ ഉപ്പമാരിന്ന് പേടിക്കുന്നു. കാരണം അവനായി അവന്റെ പാടായി. അങ്ങനെയല്ല, തെറ്റ് കണ്ട തിരുത്തണം. അത് ഏത് സാഹചര്യത്തിലാകട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് അബൂ ലുഅൽ എന്ന് പറയുന്ന മജൂസി വിഷം കലർത്തിയ കടാരി കൊണ്ട് കുത്തിയിറക്കിയിട്ട് തന്റെ കുടൽമാല താഴെ വീണിട്ട് ഉമർ തങ്ങൾ ബോധമില്ലാതെ അവസാനം മരണത്തിന്റെ സമയത്ത് കിടക്കുക. വായിലൊഴിക്കുന്ന വെള്ളം കുടലിലൂടെ ഇതിൽ കീറിയ വയറിലൂടെ വെളിയിൽ പോവാ. ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്ക, ഉമറേ, എന്തിനാ നീ കരയണേ? നീ എന്തിനാ പേടിക്കണേ? ഉമറേ, നീ ആരെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ. ഉമറേ, നീ ആരായിരുന്നു? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ. ആ ഉമറേ, അള്ളാഹു നിന്നെ മുസ്ലിമാക്കി, മുത്തുനബിയുടെ കൂട്ടുകാരനാക്കി, നിന്നെ സഹാബിയാക്കി. നിനക്ക് ഷഹീദാകാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി. മദീനത്ത് കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി. നിസ്കരിക്കാൻ പോകുന്ന വഴിയിൽ മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി. ഉമറേ, ഇനി ഇതിനെക്കാളും നിനക്ക് എന്താ വേണ്ട? അല്ലാഹുവേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിന് കുളിർമയുള്ള ഇതിനേക്കാൾ ഒരു വാക്കുണ്ടോ? ഒരാൾ വന്നിട്ട് ചോദിക്കുക, ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുന്നു, അല്ല ഖലീഫ, എന്തിനാ നിങ്ങൾ പേടിക്കണേ? നിങ്ങൾ ആരായിരുന്നു? നിങ്ങൾ ഇന്ന് ആരായി? അല്ലാഹു നിങ്ങൾക്ക് ഇത്രയും വലിയ ഭാഗ്യം നൽകിയില്ലേ? എന്തിനാ പ്രയാസപ്പെടുന്നേ? ഉമർ തങ്ങളുടെ മനസ്സിൽ കുളിർമര പോലെ നല്ല നല്ല വാക്കുകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല
അൻഹു മരണത്തോട് മല്ലടിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ പടച്ചവനെ തന്റെ ഇടത് കൈകൊണ്ട് വയറിൽ ഇങ്ങനെ ചേർത്തു പിടിച്ചു, കുടൽമാലയിലേക്ക് ഇങ്ങനെ കൈകൊണ്ട് ചേർത്തു പിടിച്ചു. എന്നിട്ട് തന്റെ കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് താഴെ കുത്തിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെറുതായിട്ട് ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് വിളിക്കുന്നു പൊന്നുമോനെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിലേക്ക് അതാ കുളിർമഴ പോലെ ഒരുപാട് സന്തോഷമുള്ള വാർത്തകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു നടന്നു പോകുന്ന ചെറുപ്പക്കാരനോട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന രംഗത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വിളിക്കുന്നു, മോനെ നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുകയാ, മോനെ നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ കിടക്കുന്നു മോനെ. അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമല്ല, അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പൊന്നുമോനെ നിന്റെ വസ്ത്രം നെരിയാണിക്ക് മുകളിലേക്ക് എടുത്തു വന്ന് നീ ഉടുത്തു മോനെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ മരണത്തിന്റെ സമയത്ത് പോലെ ഒരു തെറ്റ് കണ്ടപ്പോൾ തിരുത്തി കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചെന്ന് ചരിത്രം പറയുമ്പോ ഈ നാട്ടിലെ പ്രായമുള്ള വാപ്പമാരോട് പറയുകയാ, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ്. തെറ്റ് കണ്ടാ തിരുത്തണം, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണം. അത് ആർഭാട വിവാഹമാകട്ടെ, ഏതെങ്കിലും പടച്ചവനെ വിവാഹത്തിന്റെ വീടുകളിൽ പടക്കം പൊട്ടിക്കലാകട്ടെ, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ എതിരെ നടക്കുന്ന ഒരു കാര്യമാകട്ടെ, തെറ്റാണെന്ന് പറയണം. നീ പറഞ്ഞാ ചിലപ്പോ നിന്നെ കളിയാക്കും, നിന്നെ പരിഹസിക്കും, നിന്നെ നാണം കെടുത്തും. എങ്കിലും ബാപ്പാ പറയാനുള്ളത് പറയണം, ബാപ്പാ പറയാനുള്ളത് പറയണം ബാപ്പാ. അല്ലാതെ മിണ്ടാതെ നടന്നാൽ അവന്റെ പാടായെന്ന് പറഞ്ഞു നടക്കരുത്. ജീവിതത്തിൽ തെറ്റ് കാണുമ്പോ തിരുത്തി കൊടുക്കാൻ കഴിയണം. അങ്ങനെ തിരുത്തി കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ ഉപ്പമാരോട് എന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയണം ബാപ്പാ. അങ്ങനെ പറഞ്ഞു കൊടുത്താ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോ കബർ വെട്ടിപ്പൊളിച്ചിട്ട് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് ഇടഞ്ഞം നടന്ന കുഷ്ഠരോഗിയെ പോലെ ഉകുതമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചുകൊണ്ട് 41 വിഭാഗത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയാത്ത ദിവസമുണ്ടല്ലോ. ഒരു തുണിയില്ലാതെ, നൂൽബന്ധമില്ലാതെ, ചെരുപ്പില്ലാതെ ചെമ്പിന്റെ തറയിൽ നിൽക്കുന്ന പടച്ച റബ്ബിന്റെ കോടതിയുണ്ടല്ലോ. അതാ തലയുടെ മുകളിൽ ഒരു ചാട മുകളിൽ സൂര്യൻ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. ജനങ്ങളുടെ മുഖത്തുകൂടെ തലച്ചോറ് തിളച്ചിട്ട് ഉരുകി ഒലിക്കുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ വിയർപ്പിന്റെ അകത്ത് മുട്ടുവര, അരവര, നെഞ്ചുവര, കഴുത്തുവര ജനങ്ങൾ വിയർപ്പിനകത്ത് കിടന്ന് മുങ്ങി താഴുന്ന ദിവസമുണ്ടല്ലോ. നഫ്സി നഫ്സി യാ വൈലതാ യാ ഖസ്റതാ എന്ന് പറഞ്ഞുകൊണ്ട് വിഭ്രാന്തിയോടെ ജനങ്ങളെ സ്വന്തം പടിചാരുന്ന ദിവസമുണ്ടല്ലോ. ആ ദിവസം തന്റെ നാട്ടിലൊരു തെറ്റ് നടക്കുമ്പോ മോനെ അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണോ? ഇത് മുത്തുനബിക്ക് ഇഷ്ടമില്ലാത്തതാണ്. ഇത് ഇസ്ലാമിനെതിരാണ്. പടച്ചവനെ തന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന ഒരു തെറ്റ് തിരുത്തി കൊടുക്കുന്ന വാപ്പാ, ഇന്ന് നിന്നെ കളിയാക്കാ, നിന്നെ പഴഞ്ചനെന്ന് വിളിക്കാ, നിന്നെ കിളവായെന്ന് വിളിച്ച നാണം കെടുത്താ. പക്ഷേ നീ ഭയപ്പെടണ്ട, നീ ഒരിക്കലും വിഷമിക്കണ്ട. അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? നാളെ അല്ലാഹുവിന്റെ കോടതിയിലോ നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന അംബിയാ മുർസലീങ്ങളെ പ്രവാചകന്മാർ, അവരും അവരുടെ സമുദായം മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു ഒരു വിഭാഗത്തെ വിളിക്കുകയാ, അല്ലാഹു ഒരു
വിഭാഗത്തെ വിളിക്കുകയാ. പ്രായം ചെന്ന ഒരു വിഭാഗം ബാപ്പമാരെയും അമ്മമാരെയും അല്ലാഹു വിളിക്കുകയാണ്. പ്രായം ചെന്ന ബാപ്പമാര്, പ്രായം ചെന്ന ചില ഉമ്മമാര് അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. അല്ലാഹു അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാ, വയദ്ഖുലൂനൽ ജന്ന ബിഗൈരി ഹിസാബ്. ഇന്ന് നിങ്ങൾക്ക് വിചാരണയില്ല, ഇന്ന് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നില്ല. നിങ്ങൾ ചെയ്തത് മുഴുവനും പുറത്തു തന്നിരിക്കുകയാണ്. ആ കാണുന്ന സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ അതാ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാർ പലരുണ്ട്. കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്. മണിയല്ല റബ്ബേ വാങ്ങുവാനാ വീട്. കൊതിയുണ്ട് വല്ലാതപ്പഴും അതിനോട്. അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. കോടാരി കോടി രൂപ കൊടുത്താ കിട്ടാത്ത പടച്ചുറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ പരിസരത്തുള്ള ചില വാപ്പമാരോടും ഉമ്മമാരോടും പറയുകയാണ്, ലാ യദ്ഖുലൂനൽ ജന്ന. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിങ്ങൾ അല്ലാഹു അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് വിചാരണയില്ല, ഇന്ന് നിങ്ങൾക്ക് വിചാരണയില്ല. കാണുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പൊക്കോ, കാണുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നു പൊക്കോ. അവരാരെന്നറിയുമോ? അവരാരെന്നറിയുമോ? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നബി അവിടെന്ന് പറയുന്ന സ്വഹാബ, തെറ്റ് കണ്ടാ തിരുത്തുന്ന വാപ്പമാരെ, നന്മ ഉപദേശിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് അല്ലാഹു നാളെ തരുന്ന പ്രതിഫലമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഇത് നിങ്ങളുടെ ബാധ്യതയാണ്, ഇത് നിങ്ങളുടെ കടമയാണ്, ഇത് നിങ്ങൾ മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാതെ സ്വന്തം കാര്യം നോക്കി നടന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. ഒരു പ്രവാചകന്റെ ചരിത്രം കാണാം. അല്ലാഹു ഒരു പ്രവാചകന്റെ സമുദായത്തോട് പറഞ്ഞു, നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാണ്. ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ഈ ചരിത്രം പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങളിൽ ചിലരുണ്ടല്ലോ, അവർ പ്രവാചകന്റെ വാക്ക് കേൾക്കാതെ കടലിൽ മീൻ പിടിക്കാൻ പോകുകയാണ്. ഒരു പ്രവാചകന്റെ സമുദായത്തോട് അല്ലാഹു പറഞ്ഞു, ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത്, അന്ന് നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാണ്. എന്നാ ചിലെണ്ണം പറഞ്ഞു, പിന്നെ പോടാ പണിയും നോക്കി എല്ലാം കടലിൽ പോയി, എല്ലാം മീൻ പിടിക്കാൻ പോയി. ആ സമയത്ത് പ്രവാചകൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനെ, ഈ മീൻ പിടിക്കാൻ പോയവരെ മുഴുവനും അല്ലാഹുവേ നീ കൊരങ്ങന്മാരായിട്ട് ഇവരുടെ രൂപം നീ മാറ്റിക്കളയണം. അവിടെ നിന്ന് ദുആ ചെയ്തു. കടലിൽ മീൻ പിടിക്കാൻ പോയവരേക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ തല കൊരങ്ങന്മാരാക്കി രൂപം മാറ്റാൻ വേണ്ടി ദുആ ചെയ്തു. അപ്പൊ കരയിൽ കുറെ പേരുണ്ടല്ലോ മീൻ പിടിക്കാൻ പോകാത്തവർ. ഉദാഹരണം പറഞ്ഞ റമളാൻ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകും. റമളാൻ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഈ നിത്യമായിട്ട് നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാർ ചോദിക്കും, നീയും പള്ളിക്കകത്ത് കയറിയോടാ, എത്ര നാളത്തേക്കാ? ഒരു കളിയാക്കുന്ന രീതി. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ സമുദായത്തിൽ ഒരു വിഭാഗം കടലിൽ പോകാതെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗമുണ്ട്. അവരിങ്ങനെ കരയിൽ നോക്കി നിൽക്കുക. കടലിൽ പോയവരൊക്കെ തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്നത് കാണാൻ ഇവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സമയത്ത് ആ പ്രവാചകൻ ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ കരയിൽ നിൽക്കുന്നവരെ നീ ആദ്യം കോലം മറിക്കണേ തമ്പുരാനെ. കാരണം എന്തേ? ഇവര് കടലിലേക്ക് പോയവരുടെ കയ്യിൽ പിടിച്ചിട്ട് അവരെ ഉപദേശിക്കാൻ ഇവര് തയ്യാറായില്ല, തെറ്റിദ്ധരുത്തി കൊടുക്കാൻ അവർ തയ്യാറായില്ല. എന്റെ പ്രിയമുള്ള
പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ ആദ്യം കിട്ടുന്നത് നിങ്ങൾക്കാ. ഈ നാട്ടിലെ ചെറുപ്പക്കാർ അനാചാരങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുമ്പോ, നിന്റെ കുടുംബത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലതും നടക്കുമ്പോ തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആദ്യം പണി കിട്ടുന്നത് പ്രായമുള്ള ഉപ്പമാർക്കാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന, നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന പ്രായം ചെന്നവർ ഇന്ന് നാടുകളിൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം